വിളിക്കലുണ്ട്, വൈദ്യശീനെ വിളിക്കലുണ്ട്, റിഫായിശീകളൊക്കെ കാണുന്നതല്ല. മരണപ്പെട്ടു മഹാന്മാരെല്ലാരെയും ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാവുന്ന തരത്തിലെന്ന് മാത്രമല്ല, അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബിയല്ല അള്ളന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ട്. കേട്ടോളൂ, മറുപടി വളരെ കൃത്യമാണ്. ഞങ്ങളത് വിഷയത്തിൽപ്പെട്ടതല്ലാതെ പറയൂല, കാരണം ഞങ്ങളുടെ കയ്യിൽ അതിന് മറുപടി ഉണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല ഒരു സന്ദർഭമാണിപ്പോ. കാര്യകാരണ ബന്ധം പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. പിന്നെ അത് ശിർക്കല്ല എന്നതാണ് ഞങ്ങളെ വാദം. ആ വാദത്തിന് തെളിവ് പറയേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ പുതിയ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. തെളിവെന്ന് പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ ആദ്യം ഒന്ന് രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ശിർക്കല്ല എന്ന് പറയുന്നവന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, തെളിവ് പറയേണ്ടത് ആരാണ്? അത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വകയിൽ ഞാൻ വെറുതെ പറഞ്ഞു എന്നല്ല, നിങ്ങൾ എഴുതിയത് തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ അതിനെന്തായാലും മറുപടി പറയണം. ഇത് ഇസ്ലാഹല്ലേ? നിങ്ങളെ ചോദ്യം തന്നെ പോയത്. ഇതിന്റെ 67ാമത്തെ പേജ് ഏതാ ഇസ്ലാഹ്? ശരിക്കും കേട്ടോ, നിങ്ങൾ ജനുവരി 2013 ഒക്കെ ലേറ്റസ്റ്റ്. നിങ്ങൾ ഓരോന്ന് എഴുതി തരും ഞങ്ങൾക്ക്. 67ാമത്തെ ഇത് ജനങ്ങളൊന്ന് പഠിക്കണം. നിങ്ങളെ ഈ തെളിവ് ചോദിക്കൽ തന്നെ പോയതാ. 67ാമത്തെ പേജ് പഠിച്ചോ, ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങളാണ് പറയുന്നത്. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. ഞങ്ങൾ പറഞ്ഞില്ല, ജിന്നിന്റെ വിഷയത്തിലാട്ടോ പറയുന്നത്. ജിന്നിനോട് തരാൻ ശിർക്കല്ല എന്ന് പോലെ, ശിർക്കല്ല എന്ന് കായക്കൊടി, ആ ശിർക്കാണെന്ന് കായക്കൊടി ശിർക്കല്ല എന്ന് പോലെ. അപ്പൊ ശിർക്കല്ല എന്ന് പറയുന്നവരോട് കായക്കൊടി തെളിവച്ചു. അപ്പൊ പറയാണ്, കേട്ടോളൂ കേട്ടോളൂ, വാസ്തവത്തിൽ ഹാജരായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ശിർക്കാണെന്ന് പറയുന്നവരാണ് ആയത്തും ഹദീസും കൊണ്ടുവരേണ്ടത്. എന്നാൽ KJU ഫത്വയിൽ ഇക്കാര്യം തെളിയിക്കുന്ന ഒരൊറ്റ ആയത്തോ ഹദീസോ കൊണ്ടുവന്നിട്ടില്ല. ശിർക്കല്ല എന്നതിനുള്ള തെളിവ് ശിർക്കല്ല എന്നതു തന്നെയാണ്. എന്തുകൊണ്ടാണ് ശിർക്കായി എന്ന് പ്രമാണങ്ങൾ തിരിച്ച് അത് പറയുന്നവരാണ് തെളിയിക്കേണ്ടത്. അത് എഴുതുമ്പോ നോക്കണം, പുറത്ത് ഞങ്ങളാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കള്ളന്മാരെ കള്ളത്തരം തന്നെ നിങ്ങൾക്ക് തെളിവ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ക്രിയാസരാഹി ക്ലിപ്പിട്ടു, ഒറ്റ ആയത്തോടിയില്ല. ഇവിടെ ആയത്തിങ്ങനെ പെയ്യായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? അനസമുസ്യാർ എത്രങ്ങാനും ആയത്താ ഓതിയത് ഇത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ. അത് ശിർക്കല്ലേ? ശിർക്കല്ല നമ്മൾ ആരെങ്കിലും പറയോ? ശിർക്കല്ലേ ശിർക്കല്ലേ? അവിടെ ശിർക്കാവോ? ശിർക്കാണെന്നതിന് മുസ്യാർ ആയത്ത് വേണ്ടത്. ശിർക്കല്ല അതിന് ആയത്തിന്റെ ആവശ്യമല്ല. ഈ പോയത്തക്കാർ എത്ര സ്ഥലത്തത് പറയുന്നറിയോ? ഒരൊറ്റ ആയത്തോതുന്നില്ല ശിർക്കല്ല എന്ന് തെളിയിക്കാൻ. ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് അത് ശിർക്കല്ല എന്നുള്ള തന്നെ തെളിവ് ആണെന്നുള്ളതല്ല തെളിവ് കൊണ്ടിട്ടുണ്ട്. പഠിച്ച ചോളി മുസ്യാരെ അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, വാദം ഉന്നയിച്ച് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തെളിവ് കൊണ്ടുള്ളത്. ശിർക്കാണെന്നുണ്ടെങ്കിൽ തെളിവ് വേണ്ടത്. ശിർക്കല്ല എന്നുണ്ടെങ്കിൽ തെളിവെന്താ? ശിർക്കല്ല എന്നുള്ളത് തന്നെ അതിന്റെ തെളിവ്. ഇനി തെളിവാണ് നിങ്ങൾ തെളിവ് പറയും. അതെന്തിനു വേണ്ടി? അത് ജനങ്ങൾക്ക് വേണ്ടി. കേട്ടോ, നിങ്ങളെ ചോദ്യം എന്നോട് വിഷമഘട്ടത്തിൽ ചോദിക്കാമെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പോരെങ്കിൽ ഞാൻ ഹദീസിലേക്ക് തന്നെ വരാം. കേട്ടോളൂ, ഞങ്ങൾ ഇന്നമ വലിക്കുന്ന നേരത്തെ പറഞ്ഞു, അത് വിട്ടിട്ടില്ല. അത് മൊത്തമായ തെളിവാണ്. അടുത്ത തെളിവ് കേട്ടോ.